പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ലുബ്ന. ഇന്നത്തെ എന്റെ ടോപ്പിക് ലൈലത്തുൽ ഖദർ എന്നുള്ളതാണ്. പരിശുദ്ധ റമദാനിലെ പവിത്രമായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രി, കാര്യങ്ങൾ നിർണയിക്കപ്പെടുന്ന രാത്രി അഥവാ ബഹുമാനത്തിന്റെ രാത്രി, അനുഗ്രഹീതമായ രാത്രി എന്നതെല്ലാം ഈ രാത്രിയെ അറിയപ്പെടുന്നു. പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ കാരുണ്യം വർഷിക്കപ്പെടുന്ന ഈ പവിത്രമായ റമദാനിലെ ഈ രാത്രിയിൽ ആരാധനയിൽ മുഴുകുന്ന ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യവും പാപമോചനവും ലഭിക്കുന്നതാണ്. ഖുർആൻ ഇറങ്ങിയ മാസമെന്ന നിലയിൽ റമദാനിന് വളരെ പ്രാധാന്യമുള്ളതുപോലെ തന്നെ അത് ഇറങ്ങിയ രാത്രി എന്ന നിലയിൽ ലൈലത്തുൽ ഖദറിനും വളരെ പ്രാധാന്യമുണ്ട്. ഇതൊരു ആത്മീയ ഉണർവിനുള്ള സമയമാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും നമ്മൾ ഈ സമയം ഉപയോഗപ്പെടുത്തുക. പരിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ചൊരു അധ്യായം തന്നെയുണ്ട്. അതുപോലെ തന്നെ 44-ാം അധ്യായമായ സൂറത്ത് ദുഖാനിലെ ആരംഭത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 97-ാം അധ്യായമായ സൂറത്ത് ഖദറിൽ അള്ളാഹു പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും നാം ഖുർആനിനെ പരിശുദ്ധമായ നിർണയിക്കപ്പെട്ട രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 44-ാം അധ്യായമായ സൂറത്തു ദുഖാനിലെ 3-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകഹ്. നിശ്ചയമായും നാം ഈ ഖുർആനിനെ അനുഗ്രഹീതമായ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആ രാത്രിയിൽ ഭൂമിയിലെ പല കാര്യങ്ങളും നിർണയിച്ച് വ്യക്തപ്പെടുന്ന ഒരു ദിവസമാണ്. ഈ രാത്രിയെ 1000 മാസത്തേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞതിന്റെ പൊരുൾ, ലൈലത്തുൽ ഖദർ കൂടാതെ 1000 മാസം നമ്മൾ എടുക്കുന്ന പ്രവർത്തനത്തിന്റെ അതേ പ്രതിഫലം ഈ ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും. ആ രാത്രിയിൽ മലക്കുകളും റൂഹുകളും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഇറങ്ങി വരും എന്ന സവിശേഷതയാണ് അള്ളാഹു ഈ രാത്രിയെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ലൈലത്തുൽ ഖദർ കൊല്ലം തോറും ഉണ്ടാവുന്ന ഒന്നാണ്. അത് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിൽ പ്രതീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏത് രാവാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഒറ്റയിട്ട രാവിലെ നമ്മൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ജീവിതം വിശുദ്ധമാക്കാനും കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.